മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ ഭിന്നിപ്പിക്കുക എന്ന കുടിലതന്ത്രം മാത്രമാണ് പൗരത്വ ഭേദഗതി ബിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ മോഡി സർക്കാർ ലക്ഷ്യമിടുന്നത്. പതിവ് പോലെ സമൂഹത്തിൽ വിഭാഗീയതയുണ്ടാക്കുന്ന ഈ നിയമരൂപീകരണത്തിന് മൗനാനുവാദം കോൺഗ്രസ് കൊടുക്കുമ്പോൾ അതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി തുടർച്ചയായി പോരാടിയത് ഇടതുപക്ഷം മാത്രമാണ്. 2019 ഡിസംബർ 9 ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ ദുർബലമായ പ്രതികരണം നടത്തി എതിർപ്പുയർത്തി എന്ന് വരുത്തി തീർത്തു. എന്നാൽ അതിനെതിരെ ലോക്സഭയിൽ ഉയർന്ന ഏറ്റവും ശക്തമായ പ്രതിഷേധം ആലപ്പുഴയുടെ MP AM ആരിഫിന്റേതായിരുന്നു. ലോക്സഭയിൽ മാത്രമല്ല, രാജ്യസഭയിലും ഇടതുപക്ഷ അംഗങ്ങൾ ഈ ബില്ലിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു. ഇടതുപക്ഷ അംഗങ്ങളായ എളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷും ബില്ലിനെ രാജ്യസഭയിൽ ശക്തിയുക്തം എതിർത്തു. പൗരത്വ ഭേദഗതി ബില്ലിലെ ഭരണഘടന വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബില്ല് വോട്ടിനിടാനും സെലക്ട് കമ്മിറ്റിക്ക് വിടാനും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയങ്ങൾ കൊണ്ടുവന്നതും ഇടതുപക്ഷ MP-മാരായിരുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടിയപ്പോൾ അവിടെയും രക്ഷകരായി എത്തിയത് ഇടതുപക്ഷ ജനപ്രതിനിധികളാണ്. ഷാഹീൻബാഗിൽ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ ദില്ലിയുടെ തെരുവോരങ്ങളിൽ സമരത്തിനിറങ്ങിയവരെ കിരാത ഭരണകൂടം വേട്ടയാടിയപ്പോൾ അവിടെയെല്ലാം ഓടിയെത്താൻ ഇടതുപക്ഷത്തിനായി. എന്നാൽ ഇവിടങ്ങളിൽ ഒരിടത്തും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരടക്കം ഒരു കോൺഗ്രസ് നേതാവിനെയും കാണാനില്ലായിരുന്നു. ഇവിടെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ ഒരിക്കൽ കൂടി തിരിച്ചറിയേണ്ടത്. ഇന്ന് വരേക്കും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ന്യൂനപക്ഷ വിരുദ്ധ നിയമത്തിനെതിരെ ഒരു വാക്ക് പോലും ഉയർന്നിട്ടില്ല. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമം റദ്ദു ചെയ്യും വരെ വിശ്രമമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അന്നേ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് അടിവരയിട്ട് ആവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു, ഇവിടെ ഈ നിയമം നടപ്പാവില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി സംയുക്ത പ്രതിഷേധമുയർത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഏക സംസ്ഥാനവും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് RSS അജണ്ടകൾ ഇവിടെ നടപ്പാക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സംസ്ഥാനം. കൂടാതെ വിഷയത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 13 BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയക്കുകയും ചെയ്തു. പൗരത്വ നിയമത്തിന് കീഴിലുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി മുഖേന തുടർ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന കേരള സർക്കാർ. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുന്ന കർണാടകത്തിലെയോ തെലങ്കാനയിലെയോ ഹിമാചൽ പ്രദേശിലെയോ സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെയൊരു നിലപാട് എടുത്തിട്ടില്ല, എടുക്കുകയുമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച അതേ അഴകൊഴമ്പൻ നിലപാട് തന്നെയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനും ഈ സമരങ്ങളോടുണ്ടായിരുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിനില്ലെന്ന നിലപാട് ഒരു വേളയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവും KPCC നേതൃത്വവും സ്വീകരിച്ചു. ആ നിലപാട് RSSനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിച്ചവർ ഇപ്പോൾ മുതലക്കണ്ണീരുമായി കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ ആകുമ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാടെടുത്തും സീസൺ മാറുന്നതിനനുസരിച്ച് പടം പൊഴിച്ചും സഭയിലെത്തുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറിയും ജനങ്ങളെ വഞ്ചിക്കുന്ന കോൺഗ്രസ് അല്ല ബദൽ. അത് വോട്ടും സീറ്റെണ്ണവും നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പക്ഷമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നിസ്സംശയം അത് ഇടതുപക്ഷമാണ്. ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല. ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല. അതോടൊപ്പം തന്നെ ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. ഇത് ജനം സാക്ഷി, നമ്മുടെ നാട് സാക്ഷി. ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും.